ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് പുത്തൻപള്ളി. തൃശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നാണ് ഈയൊരു പള്ളി. വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വാസ്തുകലയുടെയും സമന്വയമാണ് ഈയൊരു ബസലിക്ക. പുത്തൻപള്ളി ഇൻഡോ ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉയരമേറിയ ഗോപുരങ്ങൾ, മനോഹരമായ വളവുകൾ, വർണ്ണഭമായ ഗ്ലാസുകൾ, ജനാലകൾ, വിശിഷ്ട രൂപങ്ങൾ എന്നിവ ദേവാലയത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഗോത്തിക് വാസ്തുശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആകെ വിസ്തീർണം 25,000 ചതുരശ്ര അടിയാണ്. ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് ഈ ഒരു പള്ളി. ഇതൊരു സീറോ മലബാർ പള്ളിയാണ് കേട്ടോ. പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന ഈ ഒരു വാവിലം മാതാവിന്റെ ബസലിക്ക. പള്ളിക്കകത്ത് മനോഹരമായി കൊത്തുപണികൾ ചെയ്ത 11 അൾത്താരകളുണ്ട് കേട്ടോ. പക്ഷെ അവിടേക്ക് നമുക്ക് മൊബൈലൊക്കെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 146 അടി വീതമുള്ള 2 മുൻഗോപുരങ്ങളും 260 അടി ഉയരമുള്ള ഒരു ബൈബിൾ ടവറുമുണ്ട്. 1814 തൃശ്ശൂർ സ്ഥാപിതമായ വടക്കൻപള്ളി വർഷങ്ങളോളം പ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികളുടെ പ്രധാന ദേവാലയമായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ വിശാലമായ ഒരു ദേവാലയത്തിന്റെ ആവശ്യകത വന്നു. 1929 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഈ പള്ളി പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു. അന്നു മുതലാണ് പുത്തൻപള്ളി എന്ന പേര് വന്നത്. 1929 ആരംഭിച്ച ഗോത്തിക് ശൈലിയിലുള്ള പള്ളിയുടെ നിർമ്മാണം 18 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയായത്. ഒരേ സമയം 30,000 പേർക്ക് ഈ ഒരു പള്ളിയിൽ കയറാൻ കഴിയും. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 8 മണികളാണ് മണിഗോപുരത്തിലുള്ളത്. വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളും നമുക്കിവിടെ കാണാട്ടോ. പള്ളിയിലെ ചുവർ ചിത്രങ്ങളും അലങ്കാരപ്പണികളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇതാണ് കേട്ടോ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ. പിന്നെ പരിശുദ്ധ മാതാവിൻ്റെ ഈ ഒരു വ്യാകുല രൂപവും അതേപോലെ തന്നെ തിരുശേഷിപ്പൊക്കെ നമുക്കിവിടെ കാണാട്ടോ. ഓരോ വർഷവും നവംബർ മാസത്തിൽ നടക്കുന്ന പുത്തൻപള്ളി തിരുനാൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. 1992 ഈ ദേവാലയത്തിൽ മൈനർ ബസലിക്ക എന്ന പദവി ലഭിച്ചു. മാർപ്പാപ്പ നൽകുന്ന ഈ ഒരു ബഹുമതി ദേവാലയത്തിന്റെ ആത്മീയവും ചരിത്രപരമായ പ്രാധാന്യത്തെ അംഗീകരിക്കുന്നതാണ്. 1990കളിൽ നിർമ്മിക്കപ്പെട്ട ബൈബിൾ ടവർ പുത്തൻപള്ളിയുടെ പ്രധാന ആകർഷണമാണ്. ഏകദേശം 260 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ വിവിധ നിലകളിൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രധാന സംഭവങ്ങൾ ശില്പങ്ങളായും ചിത്രങ്ങളായും അവതരിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ബൈബിൾ ടവർ വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ കേട്ടോ. നമുക്കത് ശേഷം അതിന് മുകളിൽ കയറാൻ പറ്റില്ല. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ തൃശ്ശൂരിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. 1929 പുതുക്കിപ്പണിത പള്ളി വ്യത്യസ്ത ഘട്ടങ്ങളിൽ പള്ളിയുടെ ഉയരം കൂട്ടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2007 ബൈബിൾ ടവർ പണിതതോടെ ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പള്ളിയായി അറിയപ്പെടുകയായിരുന്നു. ഇന്ന് പുത്തൻപള്ളി ഒരു ആരാധനാലയം മാത്രമല്ല, തൃശ്ശൂരിൻ്റെ പ്രധാന പൈതൃക സ്മാരകവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിശുദ്ധ മാതാവായ അവർ ലേഡി ഓഫ് ഡോളേഴ്സിന്റെ തിരുനാൾ ഭക്തിനിർമ്മലമായ ചടങ്ങുകളോടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. പുത്തൻപള്ളി ഇന്ന് തൃശ്ശൂരിൻ്റെ വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒരു പ്രധാന പ്രതീകമായി നിലകൊള്ളുന്നു.